അസ്സലാമലൈക്കും. നമുക്കിന്നൊരു സൂപ്പർ കറി ഉണ്ടാക്കാം കേട്ടോ. കുക്കർ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ഉലുവയാണ്. പിന്നെ പച്ചമുളകും സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ഒന്ന് ചതുക്കിയിട്ടിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയൊക്കെ വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് ആദ്യം ചേർക്കുന്ന പൊടികളാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. മിക്സതിന് ശേഷം ഞാൻ ചതവ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം. അടിപൊളി ടേസ്റ്റ് ബീഫിന് ഞാൻ തയ്യാറാക്കും. ഇതിലേക്ക് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. മസാലകളും ബീഫൊക്കെ നല്ലതായി പിടിച്ച് കിട്ടും. ഇനി മുഴുവനായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഞാനതിന് മെയിനായിട്ട് ടേസ്റ്റ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ തീരെ വെള്ളം വയ്ക്കുന്നില്ല. ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. കാട്ടിൻ്റെ പൊടി, ചോറിൻ്റെ പൊടി, ചപ്പാത്തിൻ്റെ പൊടി. ഇനി നോക്കി 3 കണ്ണിൽ കുട്ടപ്പനൊന്ന് പൊട്ടിച്ചിട്ടിട്ട് ചിരകി എടുക്കണം. പകുതി മതി കേട്ടോ. ഞാനിത് വറുത്തിട്ട് വരാം. പകുതി എടുത്തിട്ടാണ് വറുക്കണത്. ചെറിയ ഉള്ളി, കറിവേപ്പില, വലിയ ജീരകം, കുറച്ച് തേങ്ങ എടുത്തിട്ട് വറുത്തിട്ട് കാണിച്ചാൽ കേട്ടോ. പകുതി തേങ്ങ ചെറിയ പകുതി തേങ്ങയാണ് തേങ്ങയൊക്കെ നന്നായി വറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. 4-5 വിസിലടിച്ചിട്ട് കുക്കർ ചൂടാറിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. തേങ്ങ അരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുക്കർ തുറക്കാൻ പോവാണ്. അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ബീഫ് എപ്പോഴും ബീഫിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്.
തീരെ വെള്ളം വെച്ചില്ല. ബീഫ് കറി വെക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് വെക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.